വയനാട്ടിലെ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നടപ്പാക്കിയ ഭവന പദ്ധതിയുടെ ആദ്യഘട്ട പൂർത്തീകരണം സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി മാറി. തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തെ സാക്ഷിയാക്കിയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച സ്നേഹ വീടുകളിലെ ഗൃഹപ്രവേശനം. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന 105 വീടുകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 51 വീടുകളുടെ സമർപ്പണം കഴിഞ്ഞ ഫെബ്രുവരി 28-ന് പതിനായിരങ്ങളെ സാക്ഷിയാക്കി സംഘടിപ്പിച്ച ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചിരുന്നു. എന്നാൽ കുട്ടികളുടെ പരീക്ഷകളും തെരഞ്ഞെടുപ്പുമൊക്കെ കാരണം കുടുംബങ്ങൾ താമസം നീട്ടിവെക്കുകയായിരുന്നു. കഴിഞ്ഞ 25-ാം തീയതി മുതൽ ചില വീടുകളിൽ താമസം തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി എല്ലാവരും അവരുടെ മതാചാര പ്രകാരം ഗൃഹപ്രവേശന ചടങ്ങുകളും നടത്തിയിരുന്നു. ഇന്നലെ ഉച്ചയോടെ തന്നെ വെള്ളിത്തോടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. വീടുകൾ കിട്ടിയവരുടെ സ്വകാര്യത കണക്കിലെടുത്ത് ആ പ്രദേശത്തേക്ക് പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും പ്രവേശനം നിരോധിച്ചിരുന്നു. 3 കിടപ്പുമുറികളും 2 ശുചിമുറികളും അടുക്കള, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാമുള്ള 1060 ചതുരശ്ര അടിയിലുള്ള വീടുകളാണ് പണിയുന്നത്. രണ്ടാം ഘട്ടത്തിലുള്ള 22 വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായി. ശേഷിക്കുന്ന വീടുകളുടെ ചുമർ തറ പണികൾ പൂർത്തിയായി വരും. സെപ്റ്റംബർ അവസാന വാരത്തോടെ എല്ലാ വീടുകളുടെയും പണി പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലീഗ് നേതാക്കൾ. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ രമ്യ പറയുന്നത് ഉള്ളു തുറന്നൊന്ന് ചിരിച്ചത് ഇപ്പോഴാണെന്നാണ്. ഇതൊരു വീട് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ് എന്നാണ്. അതുപോലെ പുഞ്ചിരിമട്ടം യൂനിസിനും വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പുതിയ ഭൂമിയിൽ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്, സ്നേഹത്തിന്റെ തണലാണിത് എന്ന് പറഞ്ഞ് യൂനിസ് നിർത്തുകയായിരുന്നു. അന്ന് നനഞ്ഞ വസ്ത്രവുമായി ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ആളുകളാണ് ഞങ്ങൾ. ഇതുപോലെ ഒരു വീട് സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാനുള്ള വകയുണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നാണ് PK ചന്ദ്രൻ പറയുന്നത്. വീട്ടിൽ കൂടലിനെത്തിയ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പുതിയ വീടും സൗകര്യങ്ങളും എല്ലാം കാണിക്കുമ്പോൾ പലരുടെയും കണ്ണു നിറഞ്ഞിരുന്നു. ലളിതമായ ഗൃഹപ്രവേശ ചടങ്ങിൽ ഔപചാരിക പരിപാടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കാനും അതിജീവിതരുടെ സന്തോഷത്തിൽ പങ്കുചേരാനുമാണ് നേതാക്കൾ എത്തിയത്. ചടങ്ങിൽ സംസാരിക്കുകയും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും വികാരാധീനായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിഞ്ഞിരുന്നു. ദുരിതബാധിതർക്കായി ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചതിലും ആ പ്രവൃത്തിയിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്നും പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇന്നും വേദനിപ്പിക്കുന്നതാണെന്നും പറഞ്ഞതോടെ സംസാരം പൂർത്തിയാക്കാനാകാതെ അദ്ദേഹം മൈക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൈമാറി. ഗൃഹപ്രവേശം സുന്ദര നിമിഷമാണ് എങ്കിലും നഷ്ടബോധവുമുണ്ട്. മരണമടഞ്ഞവർക്കായി ഇനി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് തങ്ങളും വികാരാധീനായി പറഞ്ഞു. മുസ്ലിം ലീഗ് നടപ്പിലാക്കിയ ഈ പുനരധിവാസ പദ്ധതിയെ അഭിനന്ദിച്ച് CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും രംഗത്ത് വന്നു. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും ലീഗ് നടത്തുന്ന ക്രിയാത്മകമായ ഇടപെടലുകളെ ബിനീഷ് പ്രകീർത്തിച്ചു. എന്നാൽ ഇതോടൊപ്പം കോൺഗ്രസിനെതിരെ അദ്ദേഹം രൂക്ഷമായ പരിഹാസവും ഉയർത്തി. വയനാട്ടിലെ ദുരിത ബാധിതർക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത പുനരധിവാസ ദൗത്യം പൂർണ്ണ വിജയത്തിലെത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഈ വലിയ മനസ്സിനെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം എഴുതി. ലീഗിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുമ്പോൾ തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യവും ബിനീഷ് ഉയർത്തിയിരുന്നു. അപ്പോഴും ഒരു ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നു. വീടെവിടെ കോൺഗ്രസ് എന്നായിരുന്നു ബിനീഷിന്റെ ആ പരിഹാസം. പലപ്പോഴും വിമർശനങ്ങളും പരിഹാസങ്ങളും മാത്രം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. എന്നാൽ വയനാട് ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടികൾ നേടുന്നതും മുസ്ലിം ലീഗ് തന്നെയാണ്. സർക്കാർ പദ്ധതികളിൽ ചെറിയൊരു കാലതാമസം ഉണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് നടത്തിയത് പച്ചയായ കൊള്ളയടിയാണ്. കണക്കും കാര്യവുമില്ലാതെ കോടികൾ മുക്കിയ കോൺഗ്രസിന് ശവന്തൂക്കികൾ എന്നൊരു പേരും കൂടെ കിട്ടിയിരുന്നു. കോൺഗ്രസിന്റെ വീടിന്റെ കല്ലിടൽ എന്തായി എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴും 100% ആത്മാർത്ഥതയോടെ മുസ്ലിം ലീഗ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് തീർച്ചയായും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.